Good morning, everyone. Good morning, ma'am. Good morning. Good morning, Miss. Good morning. Good morning. Okay, how are you? Fine, Miss. Thank you. Fine, ma'am. Breakfast have you had your breakfast? Yes. Yes, ma'am. Yes, ma'am. Yeah, 11th വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് ചോദിക്കുന്നത് അല്ലേ മോശമാണല്ലേ ആണോ Yes. ഓക്കെ ആക്റ്റീവ് ആണോ എല്ലാവരും എന്താണ് Yes. ആക്റ്റീവ് ആണോ വെയിറ്റിംഗ് ആയിരുന്നോ ഇംഗ്ലീഷിന് വേണ്ടി വെയിറ്റിംഗ് ആണോ Waiting ആണ്. ഓക്കെ വെയിറ്റിംഗ് അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെ പറയുള്ളൂ അല്ലേ ഓക്കെ സോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് നൗൺ കംപ്ലീറ്റ് ചെയ്തു അല്ലെ നൗൺ ഏതൊക്കെയാണ് kind of nouns ഉണ്ട് ഏതൊക്കെയായിരുന്നു proper noun, common noun, abstract noun, collective noun, countable and uncountable noun. ഇതെല്ലാം ക്ലിയർ ആണല്ലോ നിങ്ങൾ നോക്കിയിരുന്നോ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ സെർച്ച് ചെയ്തു അല്ലെ കളക്റ്റീവ് നൗൺ എന്തൊക്കെയാണെന്ന് മനസ്സിലായോ ഇതാണ് റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ ക്ലാസ്സിൽ പറഞ്ഞിട്ട് പോലും മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഇംഗ്ലീഷ് പഠിക്കൊന്നുമില്ല ഇതാണ് സംസാരിക്കുന്നില്ല ആരോ റെസ്പോൺസ് കുറവാണല്ലോ ഞാൻ പറഞ്ഞവരൊക്കെ ചെയ്തോ ഇംഗ്ലീഷ് വായിക്കുന്നുണ്ടോ എന്തെങ്കിലും കുറച്ച് സമയം ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ടോ നിങ്ങള് ഓക്കെ റെസ്പോൺസ് ഇല്ല വെരി ഗുഡ് നെക്സ്റ്റ് നൗൺ കംപ്ലീറ്റ് ആയിട്ടോ നൗണിനെ കുറിച്ച് എത്രയൊക്കെ പഠിച്ചാൽ മതി തൽക്കാലം ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ സെർച്ച് ചെയ്യാം റെഫർ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നൗൺ പറയാനുള്ളത് പ്രോണൗൺ ആണ് അപ്പൊ പ്രോണൗൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ എന്തായിരുന്നു പ്രോണൗൺ is used as substitute or instead of a noun. Okay, noun പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് in the pronoun എന്ന് പറയുന്നത് അല്ലെ റിപ്പീറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടി അല്ലെ avoid the repetition of the noun. So pronoun is a word that used instead of a noun to avoid the repetition of the verb അല്ലെങ്കിൽ of the noun. Clear? noun പകരമായി ഒരു റിപ്പീറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് pronoun എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ എടുത്തതാണ് ഓക്കെ ഇനിയിപ്പോ നമ്മൾ പേര് പറയുകയാണെങ്കിൽ അതിന്റെ പേര് നമ്മൾ കണ്ടിന്യൂസ്ലി പേര് പറയോ ഇല്ല എല്ലാ സെന്റൻസും നമ്മൾ പേര് മെൻഷൻ ചെയ്യോ അതിന്റെ ആവശ്യമില്ല അല്ലെ അതിന് പകരമായിട്ട് നമ്മൾ അവൾ അവൻ അത് ഇത് എന്നൊക്കെയാണ് യൂസ് ചെയ്യുക ഓക്കെ ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ അവൾ എന്ന് പറയും സോ ഷീ എന്ന് യൂസ് ചെയ്യും മെയിൽ ആണെങ്കിൽ ഹി യൂസ് ചെയ്യും ഇനി തിങ്സോ ആനിമൽസോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇറ്റ് ആണ് യൂസ് ചെയ്യും അല്ലെ ഓ ഹി ഷീ ഇറ്റ് ഇതൊക്കെ എന്താണ് pronouns ആണെന്ന് പറഞ്ഞു ഓക്കെ ക്ലിയർ റെസ്പോണ്ട് ചെയ്തോട്ടോ എല്ലാവരും അല്ലെങ്കിൽ ഞാൻ വെറുതെ ചുമ്മാ ആർക്കോ വേണ്ടി ക്ലാസ് എടുക്കുന്ന ഓക്കെ റെസ്പോണ്ട് ചെയ്യൂ ഓപ്പോസിറ്റ് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് ക്ലാസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവുക കുറച്ചുകൂടി നിങ്ങൾ നൗണ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനെ കുറിച്ച് പ്രോപ്പർ നൗൺ അതൊക്കെ പറഞ്ഞത് അതുപോലെ തന്നെ നൗൺ ഈ പ്രോണൗണ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഇവിടെ പറയേണ്ടി വരും പറയൂ ഓക്കെ ആണോ ബേസിക് മതിയോ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണോ വേണം ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാട്ടോ ഓക്കെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം അത് പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസ് ഒന്നും വരില്ല സംസാരിക്കാൻ ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പറയൂ പറഞ്ഞു ഞാൻ സ്കില്ല് അല്ലെ ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് ക്ലാസ് തന്നെ ഉള്ളത്
അങ്ങനെ സ്കിൽ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ തിയറീസ് മാത്രം പഠിച്ചുകൊണ്ടായോ? സംസാരിക്കണം അല്ലെ? എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ? ഓക്കെ, അപ്പൊ എന്താ ചെയ്യണ്ടേ? ആദ്യം മലയാളം സംസാരിച്ച് കംഫർട്ടബിൾ ആകൂ. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇംഗ്ലീഷ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് റെസ്പോണ്ട് ചെയ്യൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. ഓക്കെ, ബേസിക് മതി എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് പറയാമോ? മെജോറിറ്റി എന്താണോ അതിനനുസരിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ എസ് എന്ന് പറയൂ, നോ വേണ്ടെങ്കിൽ നോ എന്ന് പറയൂ. വേറെ പോർഷനിലൊക്കെ നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, notebook എടുക്കുക. Take your notebook and write down changing pronoun. And the definition is pronoun is a word that is used instead of a noun to avoid the repetition of the noun. Okay? Yeah, clear. Majority yes ആണ്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോ നോട്ട്ബുക്കിൽ pronoun എഴുതി കൊടുക്കുക. ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ എന്താണോ അത് നിങ്ങൾക്ക് എഴുതി വെക്കാം. അത് മലയാളം ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, എന്നോട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. ആ രീതിയിൽ നിങ്ങൾ നോട്ട്ബുക്ക് എഴുതി വെക്കുക. ക്ലാസ്സിൽ ആരെങ്കിലും ട്യൂഷൻ എടുക്കുന്നവരുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ട്യൂഷൻ എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഓ മാഡം. ഇംഗ്ലീഷ് എടുക്കുന്നുണ്ടോ? പി എസ് സി പഠിക്കുന്നവരുണ്ടോ? എല്ലാവരും നോട്ട് എഴുതുന്ന തിരക്കിലാണോ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഒരാൾ ചോദിക്കുകയല്ലേ, റെസ്പോണ്ട് ചെയ്യണ്ടേ? പി എസ് സി പഠിക്കുന്ന എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. മാം, ഈ പ്രോനൗണില് ഡെഫിനിഷനില് വേർഡ് അല്ലേ ഉദ്ദേശിക്കണത്? സെക്കൻഡ് സെന്റൻസ് പ്രോനൗൺ ഇസ് എ വേർഡ്. അങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അല്ല മാം, അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലേ വന്നേക്കണേ? ഇല്ല, pronoun is used as അങ്ങനെയും എഴുതാം, കുഴപ്പമില്ല, കറക്റ്റ് ആണ്. സെക്കൻഡ് സെന്റൻസിലെ പ്രോനൗൺ ഇസ് എ ബേർഡ് എന്ന് അതിൽ എഴുതി. ഓക്കെ ഓക്കെ, അത് ബേർഡ്. അത് എഴുതണ്ട കേട്ടോ. ബേർഡ് ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ക്ലാസ്സിൽ സംസാരങ്ങളുണ്ടോ? പി എസ് സി പഠിക്കുന്നവര് കുറവാണ്. ചോദിക്കാൻ കാരണം, പി എസ് സി പഠിക്കുന്ന ട്യൂഷൻ എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കാരണം, ഇംഗ്ലീഷിൽ കുറച്ചൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുമ്പോ അവർക്ക് അത് യൂസ്ഫുൾ ആണ്. ഓക്കെ, അതുകൊണ്ട് എഴുതി കഴിഞ്ഞോ? അത് കഴിയുമ്പോ പറയൂ കേട്ടോ. അവരുടെ ഈ ക്ലാസ്സിൽ എടുത്താണ് കേട്ടോ ടോപ്പിക്. പ്രോനൗൺ എന്ന് പറയുന്നത് അവരുടെ നമ്മൾ എടുത്താണ്. പ്രോനൗൺ എന്താണെന്ന് മനസ്സിലായി. ഇനി ഇത് 9 ടൈപ്സ് ഓഫ് പ്രോനൗൺസ് ഉണ്ട്. 9 ടൈപ്സ് ഓഫ് പ്രോനൗൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? പേഴ്സണൽ പ്രോനൗൺ, റിഫ്ലെക്സീവ് പ്രോനൗൺ, എംഫാറ്റിക് പ്രോനൗൺ, ഡെമോൺസ്ട്രേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ഇൻഡിഫിനൈറ്റ്, റെസിപ്രോക്കൽ, ഇൻട്രോഗേറ്റീവ്, റിലേറ്റീവ്. ഇതില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോനൗൺ എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. ഓക്കെ, നമ്മുടെ ഡെയിലി ലൈഫിലാണെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോനൗൺ റിലേറ്റീവ് പ്രോനൗൺ ആണ്. അതാണ് എല്ലാവർക്കും കുറച്ചുകൂടി കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാം സിമ്പിൾ ആണ്. ജസ്റ്റ് കീവേഡ്സ് വെച്ചിട്ട് ഒന്ന് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, ജസ്റ്റ് എഴുതിത്തോളൂ കേട്ടോ. 9 ടൈപ്സ് ഓഫ് പ്രോനൗൺസ് കൂടെ എഴുതിയെടുക്കാം. ഈ പ്രോനൗൺ എന്താണെന്ന് മനസ്സിലായല്ലോ. എക്സാമ്പിൾ ഇതിൽ എഴുതണോ? എക്സാമ്പിൾ ഉണ്ട്. മീര ഇസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, ഷീ ഹാസ് ലോങ് ഹെയർ. ഷീ എന്ന് പറയുന്നത് നമ്മൾ പ്രോനൗൺ ആണ് യൂസ് ചെയ്തത്.
എക്സാമ്പിൾ കൂടെ എഴുതണമെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ. അതിനുശേഷം ഈ 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് എഴുതാം. Okay. കഴിഞ്ഞോ? കഴിഞ്ഞു പറയണേ. ഓക്കെ. ഫസ്റ്റ് പേഴ്സണൽ പ്രോണൗൺ ആണ്. പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുമ്പോൾ പേഴ്സണൽ പ്രോണൗൺസ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ നെയിംസ് ഓഫ് ദ പേഴ്സൺ. അതായത് പേഴ്സൺ ആണ്, വ്യക്തിയെ കുറിച്ചിട്ട് പറയുന്നതാണ് പേഴ്സണൽ പ്രോണൗൺ. അവിടെ ആനിമൽസോ അങ്ങനെയൊന്നല്ല, പേഴ്സൺ ആണ് കേട്ടോ. ഇമ്പോർട്ടൻസ് വരെ പേഴ്സൺ ആണ്. അപ്പോ ഒരു അറിയാലോ നമ്മൾ പേഴ്സൺ എന്തൊക്കെയാ യൂസ് ചെയ്യാം. ഐ എന്ന് പറയും, യു പറയും, ഹി, ഷീ ഇതൊക്കെ പറയും. ഇപ്പൊ ഒരു തിങ്സ് ആയിക്കോട്ടെ, തിങ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് യൂസ് ചെയ്യും അല്ലെ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെയാ? അവൾ, അവൻ, അവർ അല്ലെ, ഞാൻ, നീ, നിങ്ങൾ, ഞങ്ങൾ ഇതൊക്കെ എന്താണ്? പ്രോണൗൺസ് ആണ്. ഓക്കെ. ഇപ്പൊ ഓരോ വേർഡ്സ് വെച്ച് നോക്കി, ഇവിടെ സിംഗുലർ പ്ലൂറൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ എന്ന് പറയുന്നത് എന്താ? ഞാനാണ്. ഞാൻ എന്ന് പറയുന്നതിന്റെ പ്ലൂറൽ എന്തായിരിക്കും? ഞങ്ങളാണ് അല്ലെ, വി ആണ്. അപ്പൊ ഐ സിംഗുലർ ആണെങ്കിൽ വി ആണ്. യു, വി ആണെങ്കിൽ പ്ലൂറൽ എന്താണ്? നിങ്ങളാണ്. അപ്പൊ രണ്ടും സെയിം തന്നെ. യു, യു തന്നെയാണ്. ഹി, ഷീ, ഇറ്റ് ആണെങ്കിലോ അവൾ, അവൻ അതൊക്കെയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? അവർ എന്നാ പറയാ അല്ലെ, അവരാണ്. അപ്പൊ ദേ ആണ്. മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ക്ലാസ് എടുക്കുമ്പോൾ മ്യൂട്ട് ചെയ്ത് ഡിസ്റ്റർബ് എടുക്കണം. ക്ലിയർ ആവില്ല. ഓക്കെ. ഇപ്പോ ഐ, വി, ഇപ്പോ പ്രോണൗണിനെ കുറിച്ചിട്ടാ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ പറയുന്ന എല്ലാവരും എന്താണ്? പ്രോണൗൺസ് ആണ്. ഏത് നമ്മൾ സബ്ജക്ട് എന്ന് പറയും അല്ലെ. കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് സബ്ജക്ട് എന്നാണ് പറയും. അപ്പൊ ഇപ്പൊ നിലവിൽ നമ്മൾ പഠിക്കുന്നത് പ്രോണൗൺ എന്നാണ്. സോ നമ്മൾ ഇവിടേക്ക് നമ്മൾ പ്രോണൗൺ എന്നാ പറയാം. ഐ, വി, യു, ഷീ, ഹി, ഇറ്റ് ഇതൊക്കെ എന്താ? പ്രോണൗൺ ആണ്. ഓക്കെ. ഒരു സെന്റൻസിലേക്ക് പറയുകയാണെങ്കിൽ ഇതെല്ലാം എന്താണ്? സബ്ജക്ട് ആണ്. ഓക്കെ, ക്ലിയർ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇനി ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞത് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ ആണ് അല്ലെ. സബ്ജക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ സബ്ജക്റ്റീവ് വരുന്നതല്ലേ? ഐ, യു, വി, ഹി, ഷീ, ഇറ്റ് ഇതൊക്കെ എന്താണ്? സബ്ജക്റ്റിൽ വരുന്നതാണ് അല്ലെ. ഒരു വ്യക്തിയെയോ ഒരു തിങ്സിനെയോ കുറിച്ച് നമ്മൾ സബ്ജക്റ്റിൽ മെൻഷൻ ചെയ്ത് പറയുന്നതാണ് എന്ത്? സബ്ജക്റ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ യൂസ്ഡ് ആസ് സബ്ജക്റ്റ് ഇൻ ദ സെന്റൻസ് അല്ലെ. സെന്റൻസിലെ സബ്ജക്റ്റ് ആണ് എന്ത്? സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുമ്പോൾ 3 ടൈപ്സ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? These are subjective personal pronoun, objective personal pronoun, possessive personal pronoun. അതിൽ സബ്ജക്റ്റീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താ? ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ സെന്റൻസിൽ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നതാണ് അല്ലെ. ഇപ്പൊ ഐ ലവ് ഹിം, ഐ ലവ് ഹിം എന്ന് പറയുമ്പോൾ ഹിം ആണ് അവിടെ എന്ത്? ഒബ്ജക്റ്റ്. ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നാണ് അല്ലെ. അപ്പൊ ഹിം ആണ് അവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരാം. അതേപോലെയാണ്. അപ്പൊ സിംഗുലർ എന്ന് പറയുമ്പോൾ മീ, എന്നെ. എന്നെ എന്ന് പറയുന്ന വേർഡ് ഒബ്ജക്റ്റ് ആണ്. എന്നെ, നിന്നെ അല്ലെ, ഞങ്ങളെ, അവരെ, അവളെ, അവനെ ഇതൊക്കെ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പൊ മീ അസ് ആണ്, യു യു തന്നെയാണ്, ഹിം ഹർ ഈച്ചിന്റെ പ്ലൂറല് ദം ആണ്, അവരെ എന്ന് പറയുന്നത് ദം ആണ്. ഓക്കെ. അപ്പൊ ഷീ ഹാസ് വിത്ത് ദം, ഡോണ്ട് ടെൽ ഹിം ഇതൊക്കെ പറയുന്നത് ആ സെന്റൻസിലെ ദമ്മും ഹിം എന്താണ്? ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ ആണ്. സബ്ജക്റ്റിലെ പേരാണെങ്കിൽ
he is a flower, it looks like a tiger, she is beautiful. അപ്പൊ അവിടെ she, he, it എന്താണ്? സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ ആണ്. ഓക്കെ, സബ്ജക്റ്റ് വരുമ്പോ ഞാൻ, നീ, അവൾ, അവൻ, അത്, അവർ, ഇതൊക്കെയാ വരാ. ഒബ്ജക്റ്റീവ് വരുമ്പോ എന്താണ്? നിന്നെ, എന്നെ, അവരെ, അവളെ, അവരുടെ, ഞങ്ങളെ എന്നൊക്കെ പറയും അല്ലെ? ഇതാണ് എന്ത്? ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി തേർഡ് വൺ എന്താണ്? പോസസീവ് ആണ്. പോസസീവ് അഡ്ജക്റ്റീവ് അല്ല, പോസസീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് കൂട്ടാം. ഓക്കെ, പോസസീവ് എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് ആണ്. എന്റെ, നിന്റെ, അവന്റെ, അവളുടെ, അവരുടെ ഓണർഷിപ്പ് ആണ് അല്ലെ? അത് എന്റെ വീടാണ്, അത് നിന്റെ വീടാണ്, അത് അവരുടെ വീടാണ് എന്നൊക്കെ പറയുമ്പോൾ ഓണർഷിപ്പ് ആണ്. അപ്പൊ പോസസീവ് എന്താണ്? ഓണർഷിപ്പ് ആണ് നമ്മൾ മനസ്സിലാക്കാം. used to show ownership or possession. ഓക്കെ, അപ്പൊ മൈ എന്താണ്? അവർ ആണ്. മൈ എന്റെ ആണെങ്കിൽ അവർ എന്താ? ഞങ്ങളുടെയാണ്, പ്ലൂറൽ ആണ് കേട്ടോ, ഞങ്ങളുടെയാണ്. യുവർ തന്നെയാണ്, നിന്റെ, നിങ്ങളുടെ സെയിം തന്നെയാണ്. ഹിസ് അവന്റെ, അവളുടെ, ഇതൊക്കെ എന്താ? പ്ലൂറൽസ് എന്താ വരാ? അവരുടെ എന്നാണ് വരാ അല്ലെ? മൈ ഫ്രണ്ട് ഈസ് എ ഡോക്ടർ, വാഷ് യുവർ ഹാൻഡ്സ്, ദിസ് ഇസ് മൈ ഹൗസ്. അപ്പൊ ഇതെല്ലാം ഓണർഷിപ്പ് ആണ് മനസ്സിലാക്കാം. അപ്പൊ ഈ 3 kinds ഓഫ് പേഴ്സണൽ പ്രൊനൗൺസ് ക്ലിയർ ആണോ? മനസ്സിലായോ? ഇതിന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? നമ്മൾ അറിയാണ്ടാണെങ്കിൽ ഇതൊക്കെ പേഴ്സണൽ പ്രോണൗൺ ആണോ എന്ന് അറിയാതെ ആണെങ്കിൽ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ലൈഫിൽ. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞപ്പോ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നോ? അല്ലെങ്കിൽ ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യൂ. റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ. ബോറടിച്ചോ? ക്ലാസ്സിലുണ്ടോ എല്ലാവരും? അല്ലെങ്കിൽ ഓണാക്കി വെച്ചിട്ട് പോയോ? ക്ലാസ് കുറച്ചുകൂടി ആക്റ്റീവ് ആവാട്ടോ. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ക്ലിയർ ആയി കേൾക്കുന്നുണ്ടോ? ആമ യോജിപ്പിൽ ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. പേഴ്സണൽ പ്രോണൗൺ എക്സാമ്പിൾ എന്ന് പറയുമ്പോ, അതായത് പ്രോണൗൺ എന്ന് പറയുന്നത് എന്താണ്? നൗണിന് പകരം യൂസ് ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ എന്താണെങ്കിലും ആ വസ്തുവിന്റെ പേര് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യും. അതിപ്പോ പേഴ്സന്റെ ആണെങ്കിൽ പേര് മെൻഷൻ ചെയ്യും. അതിനുശേഷം നമ്മൾ എന്താണ് ഈ പേരിന് പകരം യൂസ് ചെയ്യുന്ന എല്ലാം പ്രോണൗൺ ആണ് അല്ലെ? ഇപ്പൊ പേഴ്സൺ ആണെങ്കിൽ അവള്, ഫീമെയിൽ ആണെങ്കിൽ മെയിൽ ആണ്, നമുക്ക് ഹി ഓർ ഷീ ഒക്കെയാണ് യൂസ് ചെയ്യുക. തിങ്സ് ഓർ അനിമൽസ് ആണെങ്കിൽ നമ്മൾ ഇറ്റ് ആണ് പ്രോണൗൺ ചെയ്യുക അല്ലെ? അപ്പൊ അതെല്ലാം എന്തിൽ പെടും? പേഴ്സണൽ പ്രോണൗണിൽ പെടുന്നതാണ്. അപ്പൊ അതിൽ നമ്മൾ 3 കാറ്റഗറീസ് ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, പോസസീവ്. അതിൽ സബ്ജക്റ്റീവ് എന്താണ്? സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതാണ് സബ്ജക്റ്റീവ് പ്രോണൗൺ അല്ലെ? സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ. ഇനി ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നതുണ്ട് അല്ലെ? മലയാളത്തിൽ ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ നമുക്ക് ഇതെല്ലാം അറിയാവുന്നതാണ്. സബ്ജക്റ്റീവ് പറയുമ്പോ ഞാൻ എന്താണ്? ഞാൻ, അവൾ, അവൻ, അത്, ഇത് അല്ലെ? അവർ, അതൊക്കെ സബ്ജക്റ്റിലാണ് യൂസ് ചെയ്യുക. അതൊക്കെ ഒബ്ജക്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ അത് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ ആണ്. He is a clever boy. She is my friend. She has a good hair. She's looking nice. She's looking beautiful. ഇതൊക്കെ നമ്മൾ ഈ ഷീ എന്ന് പറയുന്നത് യൂസ് ചെയ്ത് സബ്ജക്റ്റിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്താണ്? നിന്നെ, എന്നെ, അവനെ, അവളെ, അവരുടെ എന്നൊക്കെ പറയുന്നതാണ് ഒബ്ജക്റ്റ് അല്ലെ? ആ പെണ്ണ് അവളുടെ ആണ്. ദിസ് ഈസ് ഹർ പെൻ. അത് സോറി, അത് പോസിറ്റീവ് ആണ്. ഇത് എന്നെ എന്നൊക്കെ പറയുമ്പോ എന്താണ്? ഷീ laughed at me. അവൾ എന്നെ നോക്കി ചിരിച്ചു. അപ്പൊ ഷീ laughed at me എന്ന് പറയുമ്പോൾ അവിടെ മീ എന്താണ്? എന്നെയാണ്. അതെന്താണ്? ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, ആൻഡ് they helped him. അവർ അവനെ ഹെൽപ്പ് ചെയ്തു. ഹിം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. they എന്താണ്? അവിടെ സബ്ജക്റ്റ് ആണ് അല്ലെ? they helped him എന്ന് പറയുമ്പോൾ they സബ്ജക്റ്റ് പേഴ്സണൽ പ്രോണൗൺ ആണ്, ഹിം ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ ആണ്. ഓക്കെ, ഇനി പോസസീവിലൊക്കെ വരാണെങ്കിലോ, this is my pen. ഇത് എന്റെ പേനയാണ്. അപ്പൊ this is my pen. my എന്ന് പറയുന്നത് എന്റെ ഓണർഷിപ്പ് ആണ്. ഇത് എന്റെ പേനയാണ് അല്ലെ? ഓക്കെ,
നിന്റെ ആണെങ്കിൽ യുവർ എന്ന് പറയാം. അവന്റെ ഹിസ്, അവനെയാണെങ്കിൽ ദയർ പറയാം. ഓക്കെ, ഇതെന്താണ്? പോസസീവ് പേഴ്സണൽ പ്രോണൗൺ ആണ്. ഓൾറെഡി നമ്മളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇത് പേഴ്സണൽ പ്രോണൗൺ ആണോ എല്ലാം എന്നാണ് യൂസ് ചെയ്തത് അല്ല അല്ലെ. അറിയാതാണെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു എന്ന് മാത്രം. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ കൺഫ്യൂസിങ് ആവുന്നുണ്ടെങ്കിൽ അത് പറയും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യും. ഓക്കെ, ഓക്കെ ആണ്, ക്ലിയർ ആണ്. അപ്പൊ തിരിച്ചു പ്രസന്റ് ചെയ്യൂ കേട്ടോ. ഇപ്പൊ പഠിച്ച പ്രോണൗൺ, അത് ഫസ്റ്റ് പ്രോണൗൺ ആണ്, പേഴ്സണൽ പ്രോണൗൺ. 3 types of personal pronouns. ഒന്ന് പ്രസന്റ് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് പ്രസന്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യും. ഓക്കെ ആണോ? റെഡി ആണോ? ക്ലാസ്സിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഇരിക്കുമല്ലോ, അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. കാരണം നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. എടുക്കുന്ന പോർഷൻസ് ഒക്കെ മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ എന്താണ് ഓക്കെ ക്ലിയർ ആവുന്നത്. ഞാൻ എടുക്കുന്ന പോർഷൻസ് മനസ്സിലാവുന്നത് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. സോ മാക്സിമം കോപ്പറേറ്റ് ചെയ്യാൻ നോക്കും. ഓക്കെ, പ്രസന്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ആരാ പറയാം? പെയ്ഡ് ടെക്സ്റ്റ് ആണെങ്കിൽ ഒരെണ്ണത്തിലായിട്ട് വിളിക്കാം. എല്ലാവരും പറഞ്ഞ അത്രയും നല്ലത്. കാരണം പറയുമ്പോഴാണ് കൃത്യം പഠിക്കുക. പറയുന്നുണ്ടോ? പറയൂ. പേര് ടെക്സ്റ്റ് ചെയ്യൂ, ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ ഒരിക്കലോട് പറയാം. ആരും പറയുന്നില്ല? ഫസ്റ്റ് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി? ആരും വേണ്ടതില്ല. എന്താണ്? ബോൾ എടുക്കുന്നുണ്ടെങ്കിൽ ബോൾ അടിക്കുന്നു എന്ന് പറയൂ. ഓക്കെ, ആരെ സംസാരിക്കുന്നില്ല? നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം? എന്ത് ചെയ്യൂപ്പോ? തിയറീസ് മാത്രമല്ല ക്ലാസ് കേട്ടോ. പ്രാക്ടിക്കൽ ഉണ്ട്, പ്രസന്റേഷൻ ഉണ്ട്, ടോപ്പിക് പ്രസന്റേഷൻ ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ എങ്ങനെയാ അറ്റൻഡ് ചെയ്യാം? ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടോ? ആദ്യം ചോദിക്കട്ടെ. എത്ര പേര് ക്ലാസ്സിലുണ്ട്? അല്ലെങ്കിൽ വീഡിയോ ഓണാക്കി ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് മാറിയിരിക്കുകയാണോ? ഇവിടെ തന്നെ ഉണ്ടോ എല്ലാവരും? എന്താ മിണ്ടാത്തേ? കംഫർട്ടബിൾ ആണോ ക്ലാസ്? ഓക്കെ ആണോ? ഇത് ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ ക്ലാസ്സിന്റെ? ഓക്കെ ആണ് മാം. മാഡം സ്പീഡില്ല മാഡം. എന്തോ? ഓക്കെ ആണ്, കംഫർട്ടബിൾ ആണോ ക്ലാസ്? കംഫർട്ടബിൾ ആണോ മാഡം? യെസ്. ഓക്കെ, പിന്നെ ആരെന്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്തില്ല, സംസാരിക്കുന്നില്ല? സംസാരിക്കണ്ടേ? മറ്റു ക്ലാസ് പോലെയല്ല ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ പറഞ്ഞു, ഇന്ററാക്ഷൻ നമ്മൾ കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്യണം, കംഫർട്ടബിൾ ആക്കണം, എന്നാൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂ. എന്താ സംസാരിക്കാതെ? ഞാൻ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ, മലയാളത്തിൽ സംസാരിക്കൂ. ഓക്കെ ആണോ? എന്തൊന്നും മിണ്ടാതെ? ഞാൻ ആരോടാ സംസാരിക്കുന്നേ? ഓക്കെ ആണ് മാഡം. ഓക്കെ. റെസ്പോണ്ട് ചെയ്യണം, അല്ലാതെ ഇമോജീസ് വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. റെസ്പോണ്ട് ചെയ്യാം. അപ്പം പറയൂ, എന്താണ് പേഴ്സണൽ പ്രോണൗൺ? നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എക്സ്പ്ലെയിൻ ചെയ്യൂ. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റോ ആർക്കെങ്കിലും? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബാക്കി അങ്ങനെ ഓക്കെയാണ്, ക്ലാസ് ഒക്കെ ഓക്കെയാണ്, മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താണ് പ്രസന്റ് ചെയ്യാൻ പറയുന്നു, ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ്? റീസൺ പറയൂ.
മനസ്സിലാവാത്തോണ്ടാണോ? അല്ല, മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല? പേഴ്സണൽ പ്രൊനൗൺ പേഴ്സണൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന പദങ്ങൾ ഉദ്ദേശിച്ചല്ലോ. എക്സാമ്പിൾ ഐ. ക്ലാസ് എടുക്കുന്ന പോലെ പറയാനൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലെ? അതാണ് അതെ മനസ്സിലാവുന്നുണ്ട്. അതെ മനസ്സിലാവുന്നുണ്ട്. ക്ലിയർ ആയിട്ടോ? മീൻസ് പേരിന് പകരം ഉപയോഗിക്കുന്നതാണ് പേഴ്സണൽ പ്രോണൗൺ. ക്ലാസ്സിൽ നിങ്ങൾ 3 ബോയ്സ് ആണുള്ളത്. കിഷോർ, വിച്ചു ആൻഡ് വിഷ്ണു കുമാർ എന്നാണോ പേര്? മാഡം വിഷു കുമാർ. വിഷ്ണു അല്ല, വിഷു. ഓക്കെ, 3 പേര് എന്താ ചെയ്യുന്നത്? ക്ലാസ്സിൽ ബോയ്സ് 3 ബോയ്സ് ആണ്. അറിയോ? About yourself. ഞാൻ മറന്നു പോയിട്ടുണ്ടാവോട്ടോ, നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷെ മറന്നു പോയി. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ 3 പേര്? മീൻസ് എന്റെ വീട് ആലപ്പുഴ, ഞാൻ ഡിപ്ലോമ ആയിട്ടിരിക്കുകയാണ്. എന്റെ പേര് കിഷോർ എന്നാണ്. ഞാൻ കിഷോർ എറണാകുളമാണ് താമസിക്കുന്നത്, വൈറ്റില. ഞാനിവിടെ മീഡിയയിൽ വർക്ക് ചെയ്യുന്നത്, ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട്. ഞാന് കാസർഗോഡാണ് മാഡം. ഞാന് പിന്നെ ഇപ്പോ ഒരു ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. PG ആണ്. ഓക്കെ. അപ്പൊ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ, കുഴപ്പമൊന്നുമില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രസന്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് അല്ലെ? മാഡം. So moving on, the next pronoun is the reflexive pronoun. Reflexive pronoun എന്ന് പറയുമ്പോൾ ഇപ്പോ myself, yourself, himself എന്നൊക്കെ പറയുന്നില്ലേ? ഞാൻ തന്നെ, എന്നെ തന്നെ എന്നൊക്കെ നമ്മൾ പറയില്ലേ? ആ കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ ഈ റിഫ്ലെക്സീവ് പ്രോണൗണിൽ യൂസ് ചെയ്യുന്നത്. അതായത് റിഫ്ലെക്സീവ് പ്രോണൗണിലും എംപാറ്റിക് പ്രോണൗണിലും നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ് സെയിം ആണ്. കീവേഡ്സ് എന്ന് ഞാൻ പറഞ്ഞത് ഈ myself, yourself, himself ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ കീവേഡ്സ്. അപ്പൊ 2 പ്രോണൗണിലും കീവേഡ്സ് എന്താണ്? സെയിം ആണ് കേട്ടോ. കൺഫ്യൂസിങ് ആവേണ്ട, 2 പ്രോണൗണിലും കീവേഡ്സ് സെയിം ആണ്. പക്ഷെ യൂസ് ചെയ്യേണ്ടത്, സെന്റൻസിൽ യൂസ് ചെയ്യേണ്ടത് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഓക്കെ, ഇവിടെ റിഫ്ലെക്സീവ് പ്രോണൗൺ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കീവേഡ്സ് myself, yourself, himself എന്ന് പറയുന്ന കുറച്ച് കീവേഡ്സ് ആണ്. അത് നോട്ട് ചെയ്തിരിക്കാം. അതിൽ സിംഗുലർ myself സിംഗുലർ ആണെങ്കിൽ അതിന്റെ പ്ലൂറൽ എന്താണ്? ourself ആണ്. yourself, yourselves ആണ്. himself, themselves ആണ്. herself already themselves ആണ്. itself, themselves ആണ്. മനസ്സിലാവും? ഓക്കെ, അപ്പൊ സിംഗുലറും പ്ലൂറലും കിട്ടി. ഇനി അത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ കീവേഡ്സ് നമ്മൾ സെന്റൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോ ഒരു സെന്റൻസ് എടുക്കുകയാണെങ്കിൽ ഈ കീവേഡ് വരുന്നത് എന്താണ്? ഒന്നില്ലെങ്കിൽ വെർബിന് ശേഷവും ശേഷമായിരിക്കും. ഓക്കെ, നൗണോ പ്രോണൗണോ അല്ല, വെർബോ അങ്ങനെ വെർബിന് ശേഷമായിരിക്കും ഈ കീവേഡ് വരാം. അതായത് ഐ കോൾ മൈസെൽഫ്. ഹേർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെർബാണ് അല്ലേ? സോ ഐ ഹേർട്ട് മൈസെൽഫ് എന്ന് പറയുന്നത് ആ മൈസെൽഫ് എന്താണ്? അവിടെ റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ്. ഓക്കെ, കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ എംഫാറ്റിക്കിലേക്ക് വരാം. എംഫാറ്റിക് ഞാൻ പറഞ്ഞു സെയിം പ്രോണൗൺസ് ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. പക്ഷെ സെന്റൻസിൽ വരുമ്പോൾ ഇത് എന്താണ്? നൗണിനോ പ്രോണൗണിനോ ശേഷമായിരിക്കും വരാം. ഐ മൈസെൽഫ് ടോൾഡ്. ഐ മൈസെൽഫ്, അവിടെ ഐ എന്ന് പറയുന്നത് പ്രോണൗൺ ആണ്. സോ പ്രോണൗണിന് ശേഷമാണ് എന്ത്? ഈ മൈസെൽഫ് എന്ന് പറയുന്ന ഈ കീവേഡ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ മൈസെൽഫ് എന്താണ്? എംഫാറ്റിക് പ്രോണൗൺ ആണ്. കാരണം നൗണിനോ പ്രോണൗണിന് ശേഷം ഈ കീവേഡ്സ് വന്നാൽ അത് എംഫാറ്റിക് പ്രോണൗണും, ഇനി അതല്ലാതെ വെർബിന് ശേഷമൊക്കെയാണ് വരുന്നതെങ്കിൽ അത് റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ്. ക്ലിയർ? അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കും. രണ്ടിന്റെയും കീവേഡ്സ് സെയിം ആണ്. സോ കമ്പയർ ചെയ്ത് പഠിക്കാണെങ്കിൽ കുറച്ച് സിമ്പിൾ ആണ്. ക്ലിയർ ആണോ? എവിടെ നോട്ട് ചെയ്ത് വെക്കൂ കേട്ടോ. ക്ലിയർ ആണ്. Reflexive ആണ്. Reflexive and these pronouns are used in the object position. The subject and the object of the sentence are the same. They are myself, yourself. അതായത് നമ്മൾ ഇത് സബ്ജക്റ്റിലും ഒബ്ജക്റ്റിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്.
ഓക്കെ. പക്ഷെ മെയിൻലി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കേണ്ടത് വെർബിന് ശേഷമായിട്ട് ഇത് വരാം. ഓക്കെ, ഈ കീവേഡ് വെർബിന് ശേഷമാണ് വരുന്നതെങ്കിൽ അത് റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ്. അപ്പൊ നോട്ട് എടുത്തിട്ട് എഴുതൂ കേട്ടോ, റിഫ്ലെക്സീവ് പ്രോണൗൺ എന്താണെന്ന് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതുന്നെങ്കിൽ എഴുതിക്കോളൂ, അതാണ് കുറച്ച് സിമ്പിൾ. വെർബിന് ശേഷം വരുന്ന കീവേഡ്സ് റിഫ്ലെക്സീവ് പ്രോണൗൺ. അപ്പൊ കീവേഡ്സ് ഏതൊക്കെയാണെന്ന് എഴുതും. ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോണൗണിലും കീവേഡ്സ് ഉണ്ട്. ഇപ്പൊ റിഫ്ലെക്സീവ് കീവേഡ് ഈ പറയുന്ന മൈസെൽഫ്, യുവർസെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ് ഇതൊക്കെയാണ് റിഫ്ലെക്സീവിലെ കീവേഡ്സ്. അതുപോലെ തന്നെയാണ് സെയിം കീവേഡ്സ് തന്നെയാണ് നമ്മൾ എംഫാറ്റിക്കിലും യൂസ് ചെയ്യുന്നത്. അപ്പൊ കീവേഡ് ചെയ്ത് വെക്കുക, റിഫ്ലെക്സീവില് കീവേഡ് ചെയ്തിട്ട് ഏതാ വെർബിന് ശേഷമാണ് ഈ കീവേഡ്സ് ഏതെങ്കിലും ഒരെണ്ണം വരുന്നെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്. എക്സാമ്പിൾ എഴുതാം, I heard myself, അല്ലെങ്കിൽ you heard yourself. അപ്പൊ ഈ മൈസെൽഫ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ മൈസെൽഫ് എന്ന് പറയുന്ന ഈ കീവേഡ് വെർബിന് ശേഷം വന്നതുകൊണ്ട് അത് റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ്. ഓക്കെ, നോട്ട് കംപ്ലീറ്റ് ആയി പറയുന്നത്. റിഫ്ലെക്സീവ് നോട്ട് കംപ്ലീറ്റ് ആയോ? എന്തോ ഒന്നും കൂടി പറയുവോ? റിഫ്ലെക്സീവ്. ഓക്കെ, റിഫ്ലെക്സീവില് കീവേഡ്സ് പറഞ്ഞു പോലെ മൈസെൽഫ്, യുവർസെൽഫ് അതൊക്കെ കീവേഡ്സ് ആണ്. അപ്പൊ റിഫ്ലെക്സീവിന് ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ കീവേഡ്സ് എഴുതി വെക്കും. ആദ്യം കീവേഡ്സ് എഴുതി വെക്കും, എന്നിട്ട് താഴെ എഴുതാം വെർബിന് സെന്റൻസ് വെർബിന് ശേഷമാണ് ഈ കീവേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം വരികയാണെങ്കിൽ അത് റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ്. Okay, in sentence we use the reflexive pronoun after the verb. Okay, verb ശേഷമാണ് നമ്മൾ reflexive pronoun യൂസ് ചെയ്യുക. എക്സാമ്പിൾ എഴുതിയേക്ക്, അവതരിപ്പിക്കുന്ന എക്സാമ്പിൾ എഴുതിയേക്ക്. ക്ലിയർ? മനസ്സിലായോ? എപ്പോഴും സിമ്പിൾ ആയിട്ട് പഠിക്കും കേട്ടോ, കുറച്ച് ട്രിക്കി ആയിട്ട് പഠിക്കും. നമ്മള് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യാതെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാതെ നമ്മൾ പഠിപ്പിക്കുമ്പോ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല അല്ലെ. അപ്പൊ ഒക്കെ നിങ്ങളുടേതായ രീതിയിൽ ട്രിക്കായിട്ട് നമുക്ക് പഠിച്ചു വെച്ച് നോക്കും, എളുപ്പമായിരിക്കും. ഇനി നെക്സ്റ്റ് എംപാറ്റിക് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോണൗൺ പഠിച്ചാൽ മതി, ബാക്കി കിട്ടും, രണ്ടും കിട്ടും. ഓക്കെ, കുറച്ചുകൂടെ എളുപ്പം എംപാറ്റിക് ആണെങ്കിൽ പഠിക്കുന്നതാണ്. അതായത് എംപാറ്റിക് എന്താണ്, കീവേഡ്സ് സെയിം തന്നെയാണ്, വരുന്നത് എങ്ങനെയാ നൗണിനോ പ്രോണൗണിനോ ശേഷമായിരിക്കും ഈ കീവേഡ്സ് ഇതിന് വരാം. അതാണെങ്കിൽ എംപാറ്റിക് പ്രോണൗൺ ആണ്. അപ്പോ സെന്റൻസിൽ നൗണിനോ പ്രോണൗണിന് ശേഷം കീവേഡ്സ് ഏതെങ്കിലും വരികയാണെങ്കിൽ അത് എംപാറ്റിക് പ്രോണൗൺ ആണ്. Okay, emphatic pronoun is also used after the noun or pronoun. In sentence, emphatic pronoun is used after the noun and or pronoun. Noun or pronoun. Noun or pronoun ശേഷം സെന്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് emphatic pronoun ആണ്. Example, I myself joined him. She herself traveled back to the college. Okay, അപ്പൊ ഈ she, they, I എന്ന് പറയുന്ന പ്രോണൗണിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കീവേഡ്സ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതെന്താണ്, ഈ കീവേഡ്സ് ഏതാണ്, അപ്പോ emphatic pronoun ആണ് എന്ന് മനസ്സിലാക്കാം. Okay,
Is it finished? Yes, ma'am. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ 3 പ്രോണൗൺസ് ക്ലിയർ ആയോ? ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഡൗട്ട് ഇല്ല, ക്ലിയർ ആണ്. എല്ലാവരും ക്ലിയർ ആണല്ലോ? ആണോ? റെസ്പോണ്ട് ക്ലിയർ ഓർ നോട്ട്? ക്ലിയർ ആണ്. And the fourth pronoun is demonstrative pronoun. Okay, keywords ഇനി എല്ലാം കീവേഡ്സ് വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും സിമ്പിൾ കേട്ടോ. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗണിലെ കീവേഡ്സ് എന്ന് പറയുന്നത് this, that, these, those ആണ്. Okay, this, ഇത്, അതിന്റെ പ്ലൂറൽ ആണ് these, that, those ആണ്. ഈ 4 കീവേഡ്സ് ആണ് ഇത് ഡെമോൺസ്ട്രേറ്റീവ് ഉള്ളത്. Okay, so they are used to point out to something or somewhat specific. Point out എന്ന് പറയുന്ന പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോണൗൺസ് ആണ് അല്ലെ, this, these, that, those. അപ്പൊ അതാണ് ഇത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗണിലുള്ളത്. This is my pen, this is good umbrella, these are playing, that is what I want, that is the pen. ഇതൊക്കെ എന്താണ് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതാണ് അല്ലെ, ചൂണ്ടിക്കാട്ടി നമുക്ക് പറയാൻ പറ്റുമല്ലോ. സോ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന keywords ആണ് ഇത് this, that, these, those. So ഈ keywords ആണ് എന്താ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസിലുള്ളത്. So that is demonstrative pronoun. Okay, സിമ്പിൾ ആണല്ലോ. ഇനി എല്ലാം അങ്ങോട്ട് ഈ keywords വെച്ചിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. കുറച്ചുകൂടി കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത് എംപാറ്റിക്കും റിഫ്ലെക്സീവും ആണ്. അത് ക്ലിയർ ആയി. ഇനി അങ്ങോട്ടുള്ള എല്ലാം സിമ്പിൾ ആണ്. അപ്പൊ ഡെമോൺസ്ട്രേറ്റീവ് മനസ്സിലായല്ലോ. this, that, these, those. ഇത്രയും keywords ആണ് അതിലുള്ളത്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗണിലെ കീവേഡ്സ് എന്ന് പറയുന്നത് each, either, neither. ഇതാണ് കേട്ടോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. each, either, neither ആണ്. The pronouns with a verb which refer to persons or things one at a time. For this reason, they are always singular and such they should be followed by a singular verb. Each എന്താണ്? each ഓരോന്നും. either എന്താ മീനിങ് എന്താ? either, neither മീനിങ് എന്താ? each ഓരോന്നാണ്. either അറിയൂ മീനിങ് പറയൂ. ഈച്ച് ഓരോന്നും, either ഒന്നുകിൽ ഏതെങ്കിലും ഒന്ന് എന്ന് പറയുന്നത് ആ ഒരു മീനിങ് ആണ് കേട്ടോ. neither ആണെങ്കിലോ രണ്ടും അല്ല. ഓക്കെ, രണ്ടും അല്ല, അതിൽ ഇതും ഇല്ലാത്ത രീതിയിൽ. ഓക്കെ, അപ്പൊ ഈച്ച് ഓരോന്നും, either ഒന്നുകിൽ, neither രണ്ടും അല്ലാത്ത രീതി. ഓക്കെ, each of us bought the book. ഓരോരുത്തരും ബുക്ക് വാങ്ങി എന്നാ പറഞ്ഞു. ഞങ്ങൾ ഓരോരുത്തരും ബുക്ക് വാങ്ങി. You can drink either tea or coffee. നിങ്ങൾക്ക് ടീ അല്ലെങ്കിൽ കോഫി ഏതെങ്കിലും ഒന്ന് കുടിക്കാം, ഡ്രിങ്ക് ചെയ്യാം. ഓക്കെ, ഇനി neither of them is a good player. എല്ലാവരും എന്താണ്? ആരും എത്ര എല്ലാവരും എന്താണ്? ഗുഡ് പ്ലെയർ ആണ്. പക്ഷെ എല്ലാവരും ഗുഡ് പ്ലെയർ ആണ്. ഓക്കെ, ആ ഒരു രീതിയിൽ അങ്ങനെയും പറയാം നമുക്ക് neither. അപ്പൊ ഈ 3 കീവേഡ്സ് ആണ് എന്താ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗണിൽ വരുന്നത്. ഇനി ഇൻഡിഫിനൈറ്റ് പ്രോണൗണിലാണെങ്കിൽ അതില് ഇതൊക്കെയാണ് none, anybody, anything, everyone, somebody, nobody, everybody. ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് കീവേഡ്സ് ഉണ്ട്. ഇതൊക്കെയാണ് എന്താ ഇൻഡിഫിനൈറ്റിൽ വരുന്നത്. ഓക്കെ, none of them is bad. One must do one's duty. Some are born late. Everyone practice for the dance. Anything is impossible if you believe. And everything is going as planned. So ഈ പറയുന്ന എല്ലാ കീവേഡ്സും ഇൻഡിഫിനൈറ്റ് പ്രോണൗൺസിൽ വരുന്നതാണ്. ഓക്കെ, സോ മനസ്സിലാക്കേണ്ടത് ഇപ്പോ പറയുന്ന എല്ലാ കീവേഡ് എന്താണ്? പ്രോണൗൺ ആണ് അല്ലെ, എല്ലാം പ്രോണൗൺ ആണ്. നമ്മൾ കുറച്ചുകൂടി എന്താണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. കാറ്റഗറീസ് ആയിട്ട് 9 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെന്ന് മാത്രം. ഇതെല്ലാം നമ്മൾ കോമൺലി വിളിക്കുന്നത് എന്താണ്? പ്രോണൗൺ. ഓക്കെ, നെക്സ്റ്റ് റെസിപ്രോക്കൽ ആണ്. ഈ നോട്ട് ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ കയ്യിലെ നോട്ടും എന്റെ നോട്ടും കൂടെ കമ്പയർ ചെയ്തൊക്കെ പഠിക്കാം. ജസ്റ്റ് അറിഞ്ഞു വെക്കുക, നമുക്ക് എക്സാം ഒന്നും ഇല്ലല്ലോ അല്ലെ, അപ്പൊ അറിഞ്ഞു വെക്കുക. ഇനി റെസിപ്രോക്കൽ പ്രോണൗൺ ആണെങ്കിൽ each other, one another.
ആ രണ്ട് കീവേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Okay, each other and one another. Each and many has each other. അങ്ങോട്ടും ഇങ്ങോട്ടും help ചെയ്യുന്നു. When one another they played against one another. Okay. Very next interrogative pronoun. അതിൽ questions ആണ്. Interrogative pronoun എന്ന് പറയുമ്പോൾ തന്നെ WH questions ആണ്. What, which, why, actually what, which, then the who. ഇതൊക്കെ എന്താണ് ഇന്റർഗേറ്റീവ് പ്രോണൗൺ. WH സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇന്റർഗേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, പ്രോണൗൺസ് ആണ്. Who, whom, what, which, whose എന്നൊക്കെ ചോദിക്കാം അല്ലെ, അതൊക്കെ ചോദിക്കുമല്ലോ ക്വസ്റ്റ്യൻസ്. What are you doing? What's your name? Which is that? ചോദിക്കില്ലേ, who's that? Who is this book? ഇതൊക്കെ എന്താണ് നമ്മൾ ചോദിക്കുന്നത് WH ക്വസ്റ്റ്യൻസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വേർഡ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ എല്ലാ വേർഡും എന്താണ് ഇന്റർഗേറ്റീവ് പ്രോണൗണിൽ വരുന്നതാണ്. അപ്പൊ ഇപ്പോ എടുത്ത 8 അല്ലെ 8 ടൈംസ് ഓഫ് പ്രോനൗൺസ് ക്ലിയർ ആണോ, മനസ്സിലായോ നിങ്ങൾക്ക്? പെട്ടെന്ന് പറഞ്ഞു പോവാൻ കാരണം ജസ്റ്റ് എല്ലാവരും കീവേഡ്സ് വെച്ചിട്ടാ പഠിക്കുന്നത്. ഓക്കെ, ഏകദേശം മനസ്സിലായോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? ക്ലാസ്സിൽ ബോയ്സ് ആണ് ആക്റ്റീവ്, ഗേൾസ് ഒന്നും വേണ്ടുന്നില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? Okay. Next, last one, relative pronoun ആണ്. Relative pronoun നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. കാരണം കുറച്ച് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Relative pronoun ഇമ്പോർട്ടന്റ് ആണ്, കുറച്ച് കാര്യമായിട്ട് പറയേണ്ടതുണ്ട്. നമ്മൾ മിഡിൽ യൂസ് ചെയ്യുന്ന കുറച്ച് pronouns ആണ്. അതായത് ഇപ്പോ this is the boy who I helped yesterday. Okay. Who helped yesterday. Indefinite keyword. Indefinite keyword ഇതൊക്കെയാണല്ലോ. Not anybody, nobody, anything, everyone, somebody, everybody. അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് കീവേഡ്സ് കൂടി ഇട്ടോ. എക്സെട്ര എന്ന് പറയുന്നത് കുറച്ചുകൂടി ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ relative pronoun എന്ന് പറഞ്ഞു. This is the boy. Oh, this is the boy dash I helped yesterday. ഡാഷ് ഞാൻ പറഞ്ഞു മിഡിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോണൗൺ ഉണ്ട് അല്ലെ. അതാണ് നമ്മുടെ ഫസ്റ്റ് സെന്റൻസിനെയും സെക്കൻഡ് സെന്റൻസിനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോണൗൺ ആണ് റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ this is the boy, എന്താ പറയാ, this is the boy who I helped yesterday. ഇവനെയാണ്, ഈ ബോയിയാണ് ഞാൻ ഇതിനെ ഹെൽപ്പ് ചെയ്തത്. അപ്പോ ഡാഷ് അവിടെ വരുന്നത് which, who, whose, who എന്ന് പറയുന്ന കുറച്ച് പ്രോണൗൺസ് ഉണ്ട്. അതാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഏതൊക്കെയാണ് റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുമ്പോൾ who, whose, who, which and that. ഈ 5 പ്രോണൗൺസ് ആണ് അവിടെ യൂസ് ചെയ്യുക. who ആര്, who ആരെ, whose ആരുടെ, which നമ്മൾ തിങ്സിനെയൊക്കെ പറയാനാണ്. അപ്പോ അതാണ് റിലേറ്റീവ് പ്രോണൗൺ. അത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ മിക്കപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേറ്റീവിലാണെങ്കിലും അത് ഇമ്പോർട്ടന്റ് ആണ്. സോ നന്നായിട്ട് പഠിക്കണം. നെക്സ്റ്റ് ക്ലാസ് എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? കീവേഡ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടോ? നോട്ട്സ് കംപ്ലീറ്റ് ആണോ? കംപ്ലീറ്റ് ആണോ? കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ആണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയും? ക്ലാസ് ഇങ്ങനെ പോകുന്നു. പുതിയ ബാച്ച് ആണ്. ഓക്കെ ആണോ? ക്ലാസ് ഒക്കെ ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. നിങ്ങളുടെ കയ്യിൽ ഓക്കെ മാത്രമേ ഉള്ളൂ? ഓക്കെ മിസ്, ക്ലിയർ ആണോ? ഓക്കെ ഉള്ളൂ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെന്താ വേറെ നിനക്ക് പറയാനുണ്ടോ? ചുമ്മാ സംസാരിക്കൂ, എന്താ മിണ്ടാതെ ഉള്ളൂ. മിസ് എത്ര നാളെ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? എന്തോ മിസ് എത്ര നാളെ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? വർക്ക് ചെയ്യാനാണോ? 1 year ago. മാഡം പിന്നെ പേരെന്താ?
മാഡം ഞാൻ പിന്നെ നോട്ട്സ് ഒന്നും ഇപ്പോൾ എഴുതാൻ പറ്റുന്നില്ല. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ കറക്റ്റ് സമയത്തിന് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോസ് കണ്ടിട്ടാണ് ചില ക്ലാസ്സുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ ഫ്രീയുള്ള സമയത്ത് മാത്രമേ ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ പിന്നെ ലൈവ് ക്ലാസ്സിൽ മാത്രം വരാൻ സമയമുള്ളൂ. പിന്നെ നോട്ട്സ് ഒന്നും എഴുതാൻ ഇപ്പോൾ അന്നെങ്കിൽ മെഡിക്കൽ ടർമിൻ്റെ ചില ക്ലാസ്സുകൾ ഒറ്റയടിക്ക് ക്ലാസ്സിൽ തന്നെ പല കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ക്ലാസ് മാത്രം കുറച്ച് ഇപ്പം ഞാൻ കയറിയതുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് ചിലത് ക്യാച്ച് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടായി. ഓക്കെ, ഇനി നോക്കാം മാഡം, ഒന്നുകൂടി അത് ആ ക്ലാസ്സിനെ കേട്ടാൽ പെട്ടെന്ന് പിന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ മാക്സിമം റെക്കോർഡ് ക്ലാസ് ഒക്കെ കാണാം, ഫോളോ ചെയ്യാം. ലൈവ് ക്ലാസ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, പക്ഷെ വർക്കിംഗ് ആണെങ്കിൽ പറ്റില്ല. എന്നാലും മാക്സിമം റെക്കോർഡ് ക്ലാസ് കാണാൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് തന്നെ ചോദിക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ മാഡം, ഓക്കെ. പിന്നെ എന്തൊക്കെയാ പറയൂ. ഗേൾസ് ഒന്നും മിണ്ടുന്നില്ലല്ലോ, എല്ലാവരും ഉണ്ടോ ക്ലാസ്സില്? കുറച്ച് പേരൊക്കെ സംസാരിച്ചാണല്ലോ, ഇപ്പൊ എന്താ മിണ്ടാത്തേ? എന്താണ് ചുമ്മാ ഇവിടെ വർത്താനം പറയുന്നു, ആരെന്നോട് മിണ്ടുന്നില്ല? ഗേൾസ് എവിടെ? അനഘ പറയൂ, ഇതൊക്കെയുണ്ട് വിശേഷം, പറയൂ. സുഖാണോ? സുഖാണോ മിസ്സിന്? സുഖാണോ? ഓക്കെ, ക്ലാസ് എങ്ങനെ പോകുന്നു? ഓക്കെ ആണോ? ക്ലാസ് ഓക്കെയാണ് മിസ്, ഓക്കെയാണ്. ഗേൾസ് ചിലപ്പോൾ അടുക്കളയിലായിരിക്കും. എന്തോ പറയൂ, എന്താ പറഞ്ഞില്ല വിഷ്ണുകുമാർ, എന്താണ് പറഞ്ഞത്? അല്ല, ഞാൻ വെറുതെ പറഞ്ഞു, ചിലപ്പോൾ ഗേൾസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മിണ്ടാത്തത് കൊണ്ട് ചിലപ്പോൾ അടുക്കളയിലായിരിക്കും, എന്നാൽ സൗണ്ട് ഒക്കെ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പണിയിലാണെന്നാ പറയുന്നതാണോ? ക്ലാസ്സിലാണ്. ക്ലാസ് ടൈമില് അടുക്കളയിൽ കയറാറില്ല, ക്ലാസ് കഴിഞ്ഞിട്ടേ കയറുള്ളൂ. പിന്നെന്താണ്, നിങ്ങൾക്കൊന്നും പറയാനൊന്നുമില്ലേ? ചുമ്മാ എന്തെങ്കിലും സംസാരിച്ചിരിക്കൂ. വേറെ ക്ലാസ്സിൽ നിന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടോ? ബാക്കി എല്ലാ ക്ലാസ്സിലും ഫുൾ ടൈം പഠിത്തമല്ലേ അല്ലെ? ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയുമ്പോൾ കുറച്ച് ക്ലാസ് കുറച്ച് നേരം സംസാരിച്ചിരിക്കാം. ബോറടിക്കുന്നുണ്ടോ സംസാരിക്കുമ്പോ? എന്റെ സംസാരം കുറച്ച് ഓവറാണോ? ബോറടിക്കുന്നുണ്ടോ? ഇങ്ങനെയാണ് നല്ല രസമുണ്ട്. അതെ അതെ, അപ്പൊ എന്നോട് ഇങ്ങോട്ട് പറയൂ, ഇങ്ങോട്ട് സംസാരിക്കൂ. ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ, ഇങ്ങോട്ടൊന്നും പറയുന്നില്ലല്ലോ. മിസ്സിന് ഇനി ഇത് കഴിഞ്ഞ് വേറെ ക്ലാസ് ഉണ്ടോ? എനിക്കിപ്പോ ക്ലാസ് ഇല്ല, ലഞ്ച് ബ്രേക്ക് വരും. മാഡം, ഇന്നത്തെ ക്ലാസ്സിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടോ? ഇംഗ്ലീഷിന് മോക്ക് ടെസ്റ്റ് പൊതുവെ ഇല്ല കേട്ടോ. ഓക്കെ. പക്ഷെ ഞാൻ ക്ലാസ്സിൽ കുറച്ച് ടെസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്, നമുക്ക് അങ്ങനെ പോവാം. മോക്ക് ടെസ്റ്റ് ആയിട്ടില്ല, കാരണം എക്സാം ഇല്ലല്ലോ, അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് ആയിട്ടില്ല. ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ. ഓക്കെ, യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇംഗ്ലീഷ്. ഇതുവരെ പഠിച്ചതില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ? അത് കുറച്ച് ഓവറായിട്ടോ അല്ലെങ്കിൽ ഇത്രയും വേണോ എന്നൊക്കെ തോന്നുന്നുണ്ടോ? എന്താണ്? മിസ് യൂസ്ഫുൾ ആണ്, കാരണം ഞാൻ PhD പഠിക്കുന്നുള്ളതുകൊണ്ട് ഏറെക്കുറെ ഇതുമായിട്ട് സെയിം ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് വളരെ എളുപ്പമാണ് കേൾക്കുമ്പോഴത്തേനും. താങ്ക് യു. പിന്നെന്താ, വേറെ ആരും മിണ്ടുന്നില്ലല്ലോ? സംസാരിക്കണം കേട്ടോ ക്ലാസ്സില്. ഇംഗ്ലീഷ് ക്ലാസ്സിൽ മസ്റ്റ് ആയിട്ട് സംസാരിക്കൂ. ആദ്യം എന്നോട് സംസാരിക്കുന്നത് കംഫർട്ടബിൾ ആകുമോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആരും എന്താണ് അൺമ്യൂട്ട് ചെയ്യുന്നില്ല. എന്താണ് പിന്നെ എങ്ങനെ നിങ്ങൾ സംസാരിക്കുക? എന്താണ് അൺമ്യൂട്ട് ചെയ്യാൻ എന്താ ഒരു മടി? ഒന്ന് പറഞ്ഞേ. മാം സുഖാണോ മാം? ഇന്നത്തെ ക്ലാസ് ശരിക്കും എനിക്ക് കറക്റ്റ് ആയിട്ടൊന്നും കേൾക്കാൻ പറ്റിയില്ല മാം, അതാ ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ റിപ്ലൈ ചെയ്യാത്തത്. ഇത് റെക്കോർഡഡ് വീഡിയോസ് വരുമല്ലോ മാം? ക്ലാസ് വരും, പക്ഷേ ഭയങ്കര ബോറിംഗ് ആയിക്കോട്ടോ. അല്ല, മക്കൾ ഇവിടെ ഉണ്ട്, അപ്പൊ രണ്ടുപേരും കൂടെ ഭയങ്കര ബഹളമായിരുന്നു, അതാ ഒന്നും ശരിക്കും കേൾക്കാൻ പറ്റിയില്ല. അവർക്ക് ക്ലാസ് ഇല്ല, ഇപ്പൊ 10 ദിവസം നവരാത്രിയുടെ അവധിയാണ്, അത് കാരണം അവർ വീട്ടിലാണ്. ഞങ്ങള് UP-യിലാണ്.
നമുക്ക് നാട്ടിൽ അങ്ങനെ അവധിയൊന്നുമില്ലല്ലോ. രണ്ടുപേരും കൊച്ചുമക്കൾ, അതാ രണ്ടുപേരും ഭയങ്കര ബഹളമായിരുന്നു. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നത്. ഞങ്ങള് 3 പേരേ ഉള്ളൂ വീട്ടില്. ഹസ്ബൻഡ് ജോലിക്ക് പോയി. അപ്പൊ റെക്കോർഡ് ക്ലാസ് കാണും, ക്ഷമയോടെ ഇരുന്ന് കാണും കേട്ടോ. പിന്നെ ഇച്ചിരി എനിക്ക് തോന്നിയതാണോന്ന് അറിയത്തില്ല, സ്പീഡായി പോയോന്ന് എനിക്ക് തോന്നി. ഇന്ന് ആണോന്ന് അറിയത്തില്ല മാം. സ്പീഡ് ആയിട്ടുണ്ടാവാം, കാരണം കീവേഡ്സ് വെച്ചിട്ടാണ് എല്ലാം പഠിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് നോക്കാം, പഠിച്ചു നോക്കാം. കീവേഡൊക്കെ ജസ്റ്റ് പെട്ടെന്നൊന്ന് എഴുതിയെടുത്തായിരുന്നു, പക്ഷെ എല്ലാം കറക്റ്റ് ആയിട്ട് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. നോട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ക്ലാസ്സില്. ശരി മാം, ഓക്കെ. നോട്ടും പിന്നെ എന്റെ ക്ലാസ് കൂടെ കേൾക്കുക. അത് നോട്ടിൽ പറയാത്ത പലതും ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അവ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കും, കുറച്ച് ഈസി ആവും. ഓക്കെ മാം. ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തോ മാഡം, പിന്നല്ല ഇംഗ്ലീഷിന്റെ ആ ക്ലാസ്സിൽ നേരത്തെ നടന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പക്ഷെ അതിന്റെ ഹെഡിങ്ങിന്റെ നോക്കുമ്പോൾ പെട്ടെന്ന് ഏതാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ അതിന്റെ താഴെ ചില എക്സാമ്പിൾ കാണുമ്പോഴാണ് നമുക്ക് എന്നാണ്. പിന്നെ അത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് ഏതിൽ വരും എന്ന് പറഞ്ഞിട്ട് ആ മേലുള്ള ഹെഡിങ്ങിന്റെ ഓർക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. അതാണ് അതിന്റെ താഴെ എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. അതാണ് ചെറിയൊരു പ്രശ്നം കാണുന്നത്. ഓക്കെ, അത് നമുക്ക് ഫസ്റ്റ് ടൈം പഠിക്കുക. ഇത് ഫസ്റ്റ് ടൈം കേൾക്കുകയാണ് ഈ വേർഡ്സ് എല്ലാം. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി നമ്മൾ വായിച്ചൊക്കെ നോക്കുക, ക്ലാസ് കേൾക്കുക, പറഞ്ഞു പഠിക്കുക കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ അല്ലാന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്തൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ടെൻസ് വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് അല്ലെ, സെന്റൻസിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ വരുമ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞു വെക്കും, എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പൊ അതൊക്കെ ഉള്ളൂ. വേറെ എന്തെങ്കിലും പറയാനോ ചോദിക്കാനുണ്ടോ? പിന്നെ ക്ലാസ് എടുക്കുന്നതിന്റെ തലേ ദിവസം നോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? അത് അങ്ങനെ ചാൻസ് കുറവാണ്, കാരണം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. കാരണം ഞാനത് പറഞ്ഞ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് അപ്ലോഡ് ചെയ്യാറുണ്ടോ. അല്ല, എഴുതി കഴിഞ്ഞിട്ട് പിന്നെ മാം പറയുമ്പോ കേട്ടിരുന്നിട്ട് നമുക്ക് വേണ്ട പോയിന്റ്സ് അതിൽ കൂട്ടിച്ചേർത്താൽ മതിയല്ലോ. മറ്റേത് ക്ലാസ് കേൾക്കണില്ല, എഴുതലൊക്കെ പാടാവുമ്പോ മനസ്സിലാവണില്ല, ബുദ്ധിമുട്ടാണ്. നമുക്ക് ടൈം എടുത്ത് എഴുതാം കേട്ടോ, കാരണം അങ്ങനെ ക്ലാസ്സിന് മുൻപ് അപ്ലോഡ് ചെയ്യാറില്ല, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ടൈം എടുത്ത് എഴുതും. ഞാൻ സ്പീഡിലാണെങ്കിൽ പറഞ്ഞാൽ മതി എന്നോട് കേട്ടോ. എഴുതാണ്, കുറച്ച് സ്ലോലി പറയൂ, അല്ലെങ്കിൽ കുറച്ച് എഴുതട്ടെ എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് അതിനനുസരിച്ച് ക്ലാസ്സിൽ പോവാം. ഇത് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ വെച്ച് നിങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ എഴുതാതിരിക്കുകയായിരിക്കും. കാരണം ഇത് ഓൺലൈൻ ആണല്ലോ, എനിക്ക് അറിയില്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നിങ്ങളത് പറഞ്ഞാലേ എനിക്ക് അത് അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ക്ലാസ്സിൽ നിങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതാണോ, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുകയാണോ, അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ പറയണം. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിനനുസരിച്ച് ഫോളോ ചെയ്ത് പോവാം കേട്ടോ. റെസ്പോണ്ട് ചെയ്തു, അതാ ഞാൻ പറയുന്നത്, റെസ്പോണ്ട് ചെയ്യും. ഓഫ്ലൈൻ ആണെങ്കിൽ എനിക്ക് നിങ്ങളെ കാണാം, നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് നിങ്ങളെ കണ്ട് മനസ്സിലാക്കാം. പക്ഷെ ഓൺലൈൻ ഒരുപാട് ലിങ്ക്സ് ഉണ്ടല്ലോ, ഇതാണ്. അപ്പൊ എന്താണെങ്കിലും റെസ്പോണ്ട് ചെയ്ത് എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, നമുക്ക് അതിനനുസരിച്ച് പയ്യെ പോവാം. ഓക്കെ മാഡം, ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ ക്ലാസ്സിന്റെ ഇത് മാഞ്ഞു പോവില്ലല്ലോ, കാരണം ഞങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ഒന്ന് കേൾക്കാനും വായിക്കാനുള്ള ഒരു അവസരം കിട്ടുമല്ലോ. ഇത് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്തിട്ട് കളയുമല്ലോ നിങ്ങള്? വീഡിയോസ് ഒന്നും ഡിലീറ്റ് ആവില്ല കേട്ടോ. അത് ഓരോ ഇപ്പൊ ഇംഗ്ലീഷിന്റെ ക്ലാസ് റൂമിൽ തന്നെയാണെങ്കിൽ ഇംഗ്ലീഷിന്റെ നോട്ട്സും അപ്ലോഡ് ചെയ്യാം. ഇംഗ്ലീഷ് മാത്രമല്ല, ഇതുവരെ മറ്റേ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എന്തെങ്കിലും ഈ വീഡിയോ പിന്നെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അങ്ങനെ കിടപ്പുണ്ടാവുമല്ലോ. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ടാകും, അല്ലെങ്കിൽ യൂട്യൂബിൽ ഉണ്ടാകും കേട്ടോ. യൂട്യൂബ് ചാനലുണ്ട്, അതിലും ഉണ്ടാകും. ഓക്കെ മാഡം, ഓക്കെ, താങ്ക് യു. So let's find out today's class. Okay, thank you all. See you on the next class. Okay, bye. Thank you, ma'am.